വെൽക്കം ടു പ്രൈം ഡയറക്ഷൻ. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് സിലോബസിലെ മൂന്നാമത്തെ വീഡിയോ ആണ്. അപ്പോൾ കഴിഞ്ഞ രണ്ട് വീഡിയോയിൽ ഓൾ സം നോ എന്നുള്ളതിൻ്റെ നമ്മൾ വെൻ ഡയഗ്രം ഒക്കെ വരച്ച് കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ സോൾവ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും ആദ്യം ഒന്ന് അത് പോയി കാണുക, അതിനുശേഷം ഈ വീഡിയോ ഒന്ന് കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ്, പോസിബിലിറ്റി എന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ എന്താണ് കൺക്ലൂഷനിൽ എന്താണ്, പോസിബിലിറ്റി ഈസ് എ പോസിബിലിറ്റി, അല്ലെങ്കിൽ ഒന്നെങ്കിൽ കൺക്ലൂഷനിൽ ഈസ് എ പോസിബിലിറ്റി അല്ലെങ്കിൽ ക്യാൻ ബി എന്നൊക്കെ തന്നിട്ടുണ്ടാവും. അപ്പോൾ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസിനാണ് എന്താണ് സിലോബസിലെ പോസിബിലിറ്റി കേസസ് എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരിക എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ എങ്ങനെയാണെന്ന് നമുക്ക് വരച്ച് നോക്കാം. നോ ഡേ ഈസ് എ വീക്ക്. ഡേയും വീക്കും തമ്മിൽ എന്താണ്, ഒരു കണക്ഷനും ഇല്ല. സം മന്ത്സ് ആർ ഡേയ്സ്. പിന്നെ നോ വീക്ക് ഈസ് എ ഇയർ. ഇതാണ് നമ്മളെ ബേസിക് ഡയഗ്രാം. ഇപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ നോ ഇയർ ഈസ് എ വീക്ക്. എന്താണ്, ഇയറും വീക്കും തമ്മിൽ എന്താണ്, നോ ഇതിൽ വെൻ ഡയഗ്രത്തിൽ തന്നെ എന്താണ്, വീക്കും ഇയറും തമ്മിൽ ഒരു കണക്ഷൻ ഇല്ല. അപ്പോൾ എന്തായിരിക്കും ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ്, എന്തായിരിക്കും, ട്രൂ ആയിരിക്കും. ഇനിയിപ്പോൾ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റാണ് ഞാൻ പറഞ്ഞ. ഇനിയിപ്പോൾ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ അതിൽ പോസിബിലിറ്റി എന്ന് വന്നിട്ടുണ്ട്. അപ്പം അതെങ്ങനെയാണ് ചെയ്യാൻ നോക്കുകയാണ്. അപ്പോൾ ഓൾ ഇയേഴ്സ് ബീയിങ് ഡേയ്സ് ഈസ് എ പോസിബിലിറ്റി എന്നാണ്. ഓൾ ഇയർ ബീയിങ് ഡേ ഈസ് എ പോസിബിലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ, പോസിബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും എന്താണ് അത് ട്രൂ ആക്കാൻ ശ്രമിക്കുക. ഇപ്പോൾ ഒന്നുകൂടി പറയാം, പോസിബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ് വരിക, എങ്ങനെയെങ്കിലും ഡേയ്സ് എന്താണ് ഈ സ്റ്റേറ്റ്മെൻറ്റ് എന്നുള്ളത് എന്താണ് ട്രൂ ആക്കാൻ ശ്രമിക്കുക. ഇപ്പോൾ ഇവിടെ എന്താണ് ഡേ ഉണ്ട്, ഇവിടെയാണ് ഇയർ ഉള്ളത്. അപ്പോൾ ഈ ഇയറിനെ എങ്ങനെയെങ്കിലും എന്താണ് ഡേയിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുവരാൻ പറ്റുമോ നോക്കുക. അപ്പോൾ എന്താണ് സ്റ്റേറ്റ്മെൻറ്റിൽ നമുക്ക് സ്റ്റേറ്റ്മെൻറ്റിൽ ഒരു ചേഞ്ചും വരുത്താണ് നമുക്ക് ഇയറിന് ഡേയിലേക്ക് കൊണ്ടുവരാൻ പറ്റില്ലോ. ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്, നമുക്ക് നോയിൻ്റെ കേസിൽ ഒരു പോസിബിലിറ്റി ഡയഗ്രാം വരയ്ക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതേപോലെ തന്നെയാണ് ഇവിടെ നടക്കുന്നത്. എന്താണ് എല്ലാ ഇയേഴ്സിനെയും ഡേയിനെ ആക്കാൻ ശ്രമിക്കുകയാണ്. ഇപ്പോൾ ആദ്യത്തെ വരയ്ക്കുകയാണ് ഡി, എം, ഡബ്ല്യു. ഇപ്പോൾ എന്താണ് നമ്മൾ ആകെയുള്ള കണ്ടീഷൻ എന്താണ്, ഡബ്ല്യുവും വൈയും തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ടാവരുതെന്നാണ് ആദ്യത്തെ കണ്ടീഷൻ. അപ്പോൾ എന്താണ് പിന്നെ എങ്ങനെയാണ് നമുക്ക് ട്രൂ ആക്കേണ്ടത്, എല്ലാ ഇയേഴ്സും ഡേയ്സ് ആക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ എന്താണ് ഈ ഇയേഴ്സിന് ഞാൻ ഇതിൻ്റെ ഉള്ളിലേക്ക് വരച്ച് എല്ലാ ഇയേഴ്സും എന്താണ് ഡേയ്സ് ആയിട്ടുണ്ട്. വീക്കും ഇയറും തമ്മിൽ എന്താണ് ഒരു കണക്ഷനും ഇല്ല. അപ്പോൾ ഇതെന്തായി ട്രൂ ആയില്ലേ. അപ്പോൾ എന്താണ് ആദ്യത്തതിൽ ഫാൾസ് ആയി, ഇതിൽ ട്രൂ ആയി എന്ന് വെച്ച് ഇത് ഫാൾസ് എന്ന് പറയേണ്ട ആവശ്യമുണ്ടോ. നമുക്ക് എങ്ങനെയെങ്കിലും എപ്പോഴെങ്കിലും എന്താണ് ഇതൊന്ന് ട്രൂ ആക്കാൻ ശ്രമിച്ചാൽ മതി. ഈ പോസിബിലിറ്റി എന്നുള്ളത് ട്രൂ ആക്കാൻ ശ്രമിച്ചാൽ മതി. അതാണ് ഈ പോസിബിലിറ്റി എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻസിൽ നമ്മൾ ചെയ്യേണ്ടത്. എങ്ങനെയെങ്കിലും ട്രൂ ആക്കാൻ ശ്രമിച്ചാൽ മതി. അപ്പോൾ എന്താക്കി എൻ്റെ ആൻസർ വരിക, ബോത്ത് 1 and 2 ഫോളോസ് എന്നല്ലേ. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, നോ ആപ്പിൾ ഈസ് എ പ്ലം, ഓൾ ഓറഞ്ചസ് ആർ മാംഗോസ്, ഓൾ പ്ലംസ് ആർ ഓറഞ്ചസ്. എങ്ങനെയാണ് വരയ്ക്കുന്നത് നോക്കാം. ആപ്പിൾ ഉണ്ട്, നോ ആപ്പിൾ ആർ പ്ലം, ഓൾ ഓറഞ്ചസ് ആർ മാംഗോസ്. എന്താണ് ഇവിടെ ഓറഞ്ച് മാംഗോ തരാത്തത് കൊണ്ട് അത് അവിടെ നിൽക്കട്ടെ. നമുക്ക് അടുത്ത സ്റ്റേറ്റ്മെൻറ്റിലേക്ക് നോക്കാം. ഓൾ പ്ലംസ് ആർ ഓറഞ്ചസ്. എല്ലാ പ്ലമ്മും എന്തായി, ഓറഞ്ചായി. ഇനി ഓൾ ഓറഞ്ചസ് ആർ മാംഗോസ്. ഓൾ ഓറഞ്ചസ് ആയി, എന്തായി, മാംഗോസ് ആയി. ഇനിയിപ്പം കൺക്ലൂഷൻ നോക്കുകയാണെങ്കിൽ ഓൾ പ്ലംസ് ആർ മാംഗോസ് ആണ് കൺക്ലൂഷൻ. പ്ലം ഇവിടെയല്ലേ ഉള്ളത്, മാംഗോസ് ഇവിടെയല്ലേ ഉള്ളത്. എന്തായി, എല്ലാ പ്ലമ്മും എന്തായി മാംഗോൻ്റെ ഉള്ളിൽ വന്നില്ലേ. അപ്പോൾ ഇതെന്തായിരിക്കും കൺക്ലൂഷൻ, ട്രൂ ആയിരിക്കും. ഇനിയാണ് നമ്മളെ പോസിബിലിറ്റീൻ്റെ ആ കൺക്ലൂഷൻ ഉള്ളത്. ഇവിടെ ക്യാൻ ബി എന്നാണുള്ളത്, ഈസ് എ പോസിബിലിറ്റി എന്നല്ല. ഇപ്പോൾ പോസിബിലിറ്റീൻ്റെ രണ്ടാമത്തെ ടൈപ്പാണ് സം ആപ്പിൾസ് ക്യാൻ ബി പ്ലംസ് എന്നാ. ആപ്പിൾ ഇവിടെയല്ലേ ഉള്ളത്, പ്ലം ഇവിടെയാണ് ഉള്ളത്. ഇതെങ്ങനെയെങ്കിലും എന്താണ് ട്രൂ ആക്കാൻ ശ്രമിക്കണം എന്നാണ് പറഞ്ഞ് ഈ പോസിബിലിറ്റീൻ്റെ കേസിൽ നമുക്ക് ട്രൂ ആക്കാൻ പറ്റുമോ, ഇല്ല. എന്തുകൊണ്ടാണ്, ആപ്പിളും പ്ലമ്മും തമ്മിൽ ഒരു കണക്ഷൻ ഇല്ലാന്ന് നമ്മളിത് അവിടെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. നോ ആപ്പിൾ ആർ പ്ലം, എന്താണ് ആപ്പിളും പ്ലമ്മും തമ്മിൽ ഒരു കണക്ഷൻ ഇല്ലാതെ നമ്മളിതാ വെൻ ഡയഗ്രത്തിൽ വരച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതെന്തായിരിക്കും, ഫാൾസ് ആയിരിക്കും. ഒന്നും കൂടി പറയാം, ഈ ആപ്പിളും സം ആപ്പിൾസ് ക്യാൻ ബി പ്ലംസ് എന്നാണ് കൺക്ലൂഷൻ ഉള്ളത്. അപ്പോൾ എങ്ങനെയെങ്കിലും ആപ്പിളും പ്ലമ്മും എന്താണ് എങ്ങനെയെങ്കിലും ആപ്പിളും പ്ലമ്മും കൂടി എന്താണ് കണക്ഷൻ ഉണ്ടെന്ന് വരുത്തി തീർക്കുകയാണ് ചെയ്യേണ്ടത്. അതെന്താണ് നമുക്ക് പറ്റില്ല, കാരണം ആപ്പിളും പ്ലമ്മും തമ്മിൽ ഒരു കണക്ഷൻ ഇല്ലാന്ന് സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായിരിക്കും ഇതിൻ്റെ ആൻസർ വരിക, ഓൺലി 1 ഫോളോസ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, നോ മാമൽ ഈസ് റെപ്റ്റൈൽ. നമ്മൾ വരയ്ക്കുകയാണ് മാമൽ, റെപ്റ്റൈൽ, ഓൾ ആനിമൽസ് ആർ മാമൽസ്.
അപ്പോൾ അതാ ആനിമൽ ഇതിൻ്റെ ഉള്ളിൽ വന്നിട്ടുണ്ട് പറഞ്ഞ്. ഇനി ഓൾ റെപ്റ്റൈൽസ് ആർ ആംഫിബിയൻസ്. എഴുതിയാൽ മതിയോ? കാരണം നേരത്തെ ആനിമൽ എന്ന് വന്നിട്ട് ഇപ്പോൾ തൽക്കാലം ഇതാ AM എന്ന് എഴുതി. ഇനി കൺക്ലൂഷൻ നോക്കുകയാണെങ്കിൽ ഓൾ ആനിമൽസ് ആർ ആംഫിബിയൻസ് എന്ന് പറഞ്ഞാൽ ആനിമൽ എവിടെയാണല്ലേ, ആംഫിബിയൻ ഇവിടെയാണല്ലേ. അതെങ്ങനെയെങ്കിലും വരയ്ക്കാൻ പറ്റുമോ എന്ന് നോക്കണം. അല്ല അതെങ്ങനെ, അത് നോക്കുകയാണെങ്കിൽ ഓൾ ആനിമൽസ് ആർ ആംഫിബിയൻസ് എന്ന്. അപ്പോൾ ആനിമൽ ഇവിടെയാണല്ലേ, ആംഫിബിയൻസ് ഇവിടെയാണല്ലേ. ആംഫിബിയൻസ് എന്താണ്, കണക്ഷൻ ഉണ്ടോ? ഇല്ല. അപ്പോൾ എന്തൊക്കെയാണ് ഇത്? ഫാൾസ്. ഇനി രണ്ടാമത്തെ എന്താണ്, സം മാമൽസ് ബീയിങ് റെപ്റ്റൈൽ ഈസ് എ പോസിബിലിറ്റി എന്നാണല്ലോ വന്നുള്ളത്. അപ്പോൾ എന്താണ്, സം മാമൽസ്, ഈ മാമൽസ് ബീയിങ് റെപ്റ്റൈൽ എന്താണ്, പോസിബിലിറ്റി എന്നാണ്. അപ്പോൾ എന്താണ്, ട്രൂ ആവുമോ? ഇല്ല. എന്തുകൊണ്ടാണ്? മാമൽസും റെപ്റ്റൈൽസും തമ്മിൽ ഒരു കണക്ഷൻ ഇല്ലാന്ന് നമുക്ക് ഈ വെൻ ഡയഗ്രം നോക്കിയാൽ മനസ്സിലാവുമല്ലോ. അപ്പോൾ മാമൽസും റെപ്റ്റൈലും തമ്മിൽ ഒരു കണക്ഷൻ ഇല്ല. അപ്പോൾ ഇതെന്താണ്, ഒരിക്കലും ട്രൂ ആവില്ല. അപ്പോൾ എന്തൊക്കെയാണ് ആൻസർ വരിക? നൈദർ 1 nor 2. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. സം ബസ്സസ് ആർ കാർസ്. വരയ്ക്കുകയാണ്. സം ബസ് ആർ കാർസ്. നോ കാർ ഈസ് എ ഷിപ്പ്. നോ കാർ ഈസ് എ ഷിപ്പ്. ഓൾ ഷിപ്സ് ആർ ബൈക്സ്. ഞാനിവിടെ തൽക്കാലം BI നിർത്തുന്നുണ്ട്. ഇത് ബസ്സാണ്, BU എന്നോട്ട്. അപ്പോൾ കൺക്ലൂഷൻ ഇങ്ങനെയാണ്, നോ ബൈക്ക് ഈസ് എ ഷിപ്പ് എന്നാണ് പറഞ്ഞത്. ബൈക്ക് എവിടെയാണുള്ളത്, ഷിപ്പ് ഇവിടെ. എന്താണ് കണക്ഷൻ? എന്താ, ഓൾറെഡി നോക്കുമ്പോൾ തന്നെ എന്താണ്, കണക്ഷനിൽ ഉണ്ടല്ലോ. അപ്പോൾ ഇതെന്തായിരിക്കും വരിക? ഫാൾസ്. ഇനി സം ബൈക്സ് ബീയിങ് കാർസ് ഈസ് എ പോസിബിലിറ്റി എന്നാണ് പറയുന്നത്. ബൈക്ക് എവിടെയാണുള്ളത്, കാർ ഇവിടെയാണുള്ളത്. അപ്പോൾ സം ബൈക്സ് ബീയിങ് കാർസ് ഈസ് എ പോസിബിലിറ്റി. അപ്പോൾ എന്തായിരിക്കും, ബൈക്കും കാറും തമ്മിൽ കണക്ഷൻ ഉണ്ടാക്കാൻ പറ്റുമോ നോക്കണം. അപ്പോൾ ഇതിലെന്താണ്, കണക്ഷൻ ഇല്ല. അപ്പോൾ കണക്ഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്താണ്, ഒരു ആൾട്ടർനേറ്റീവ് ഡയഗ്രം വരച്ച് നോക്കുക. ബസ്, കാർസ്, ഷിപ്സ്. എന്താണ്, ബൈക്കും കാറും തമ്മിൽ കണക്ഷൻ ഉണ്ടാക്കണം. അപ്പോൾ എന്താണ്, ബൈക്ക് ഇത് അവിടെ ആണ്, ഞാനിങ്ങനെ വരച്ച് ബൈക്കും കാറും തമ്മിൽ കണക്ഷൻ ഉണ്ടാക്കണം. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ എന്താണ്, നമ്മളെ സ്റ്റേറ്റ്മെൻറ്റ് ഒരിക്കലും ഫാൾസ് ആകാൻ പാടില്ല. അപ്പോൾ എന്താണ് സ്റ്റേറ്റ്മെൻറ്റ്, എന്താ, ഓൾ ഷിപ്സ് ബീയിങ് ബൈക്സ്. കറക്റ്റ് അല്ലേ? ഇപ്പോൾ എന്താണ് ഇത് കൺക്ലൂഷൻ എന്താണ്, സം ബൈക്സ് ആർ കാർസ് ഈസ് എ പോസിബിലിറ്റി. സം ബൈക്കും കാറും എന്താണ്, കണക്ഷൻ ഉണ്ടായിട്ടുണ്ടല്ലോ. അപ്പോൾ എന്തായിരിക്കും ഇതിൻ്റെ ആൻസർ വരിക? കറക്റ്റ്. റോങ് അല്ല, ട്രൂ എന്നുള്ളതായിരിക്കും വരിക. അപ്പോൾ എന്താണ്, എല്ലാ സമയത്തും ഇങ്ങനെ ഡയഗ്രാം വരച്ച് നോക്കണം എന്നില്ല, നമ്മളെ മൈൻഡിലൊന്ന് ചെയ്ത് നോക്കിയാൽ മതി. ഈ ബൈക്സും കാറും തമ്മിൽ കണക്ഷൻ വരുന്നതിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്നൊന്ന് ചിന്തിച്ചാൽ മാത്രം മതി. അപ്പോൾ ആൻസർ എന്തായിരിക്കും വരിക? ഓൺലി 2 ഫോളോസ്. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. ഓൾ ഓറഞ്ചസ് ആർ മാംഗോ. ഓറഞ്ച് ഇവിടെ ഉണ്ട്. ഓൾ ഓറഞ്ച് ആർ മാംഗോ. പിന്നെ ഓൾ ഗ്രേപ്സ് ആർ സ്വീറ്റ്. ഗ്രേപ്പും സ്വീറ്റിനെ കുറിച്ച് പറയുന്നില്ല. അപ്പോൾ അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. സം മാംഗോ ആർ ഗ്രേപ്സ്. സം മാംഗോ ആർ എന്താണ്, ഗ്രേപ്പ്. പിന്നെ എന്താണ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, ഓൾ ഗ്രേപ്സ് ആർ സ്വീറ്റ്. ഓൾ ഗ്രേപ്സ് ആർ സ്വീറ്റ്. അപ്പോൾ ഇതാണ് നമ്മളെ വെൻ ഡയഗ്രം എന്ന് പറയുന്നത്, ബേസിക് ഡയഗ്രം എന്ന് പറയുന്നത്. അപ്പോൾ കൺക്ലൂഷൻ നോക്കുകയാണെങ്കിൽ ഓൾ മാംഗോ ക്യാൻ നെവർ ബി സ്വീറ്റ്. അപ്പോൾ ഇതെന്താണ്, കുറച്ച് കൺഫ്യൂസിംഗ് ഉള്ള കാര്യമാണ്. നമുക്ക് രണ്ടാമതായിട്ട് ഡിസ്കസ് ചെയ്യുക. അപ്പോൾ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തൽക്കാലം നോക്കുക. സം ഗ്രേപ്സ് ക്യാൻ ബി ഓറഞ്ച്. അതെന്താണ്, പോസിബിലിറ്റി അല്ലേ. സം ഗ്രേപ്സ് എന്താണ്, ഓറഞ്ച് ആവണമെന്ന്. സം ഗ്രേപ്പ് ഇത് അവിടെ ഉണ്ട്, ഓറഞ്ച് ഇവിടെ ഉണ്ട്. അപ്പോൾ എന്താണ്, അത് തമ്മിൽ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടാക്കണം. അപ്പോൾ എന്താണ്, വേറെ ഡയഗ്രാം വരച്ച് നോക്കാണ്ട് നമുക്ക് ചിന്തിച്ചുകൂടെ, ഈ ഗ്രേപ്പ് ഓറഞ്ച് തമ്മിൽ കണക്ഷൻ ഉണ്ടാകുന്നതിനെ കൊണ്ട് എന്താ പ്രശ്നമുണ്ടോ? ഇല്ല. അപ്പോൾ ഗ്രേപ്പും ഓറഞ്ചും നമ്മളിതാ, ഞാനിപ്പോൾ തൽക്കാലം ഗ്രേപ്പിനെ ഞാൻ ഇങ്ങനെ നീട്ടിങ് വരച്ച്. അപ്പോൾ എന്തായി, ഗ്രേപ്പും ഓറഞ്ചും തമ്മിൽ എന്തായി, കണക്ഷൻ ആയില്ലേ. അപ്പോൾ എന്തായിരിക്കും, ഇതെന്തായിരിക്കും, രണ്ടാമത്തത് ട്രൂ ആയിരിക്കും. ഇനിയിപ്പം ആദ്യത്തെ നോക്കാം. ഓൾ മാംഗോ ക്യാൻ നെവർ ബി സ്വീറ്റ് എന്നാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ മാംഗോസ് ഉണ്ടല്ലോ, എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നോക്കുകയാണെങ്കിൽ ഈ മാംഗോൻ്റെ ഈ റീജിയൻ ഇല്ലേ, അതൊരിക്കലും എന്താണ്, സ്വീറ്റ് ആവരുത് എന്നാണ്. അതെന്താണ്, ഒരിക്കലും സ്വീറ്റ് ആവരുത് എന്നുള്ള ഒരു പോസിബിലിറ്റി ആകുന്ന. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും സ്വീറ്റ് ആവരുത് എന്നുള്ള ഒരു പോസിബിലിറ്റി. അപ്പം ഇതിപ്പം ഡയഗ്രാം മാറ്റി വരയ്ക്കുക. ഈ പോസിബിലിറ്റി എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, ഒന്നെങ്കിൽ ഫാൾസ് ആണെങ്കിൽ ട്രൂ ആക്കാൻ ശ്രമിക്കണം, ട്രൂ ആണെങ്കിൽ ഫാൾസ് ആക്കാൻ ശ്രമിക്കണം. ഇതിലെന്താണെന്ന് പറയുന്നത്, മാംഗോ ഒരിക്കലും സ്വീറ്റ് ആവരുത് എന്നാണ്. അപ്പോൾ എന്താണ്, മാംഗോ എപ്പോഴെങ്കിലും, എല്ലാ മാംഗോയും എപ്പോഴെങ്കിലും എന്താണ് സ്വീറ്റ് ആക്കാൻ നമുക്ക് വരയ്ക്കാൻ പറ്റുമോ നോക്കാം. ഇപ്പോൾ ഇങ്ങനെയല്ലേ ഈ സീറ്റ് എന്നുള്ള ഒഴികെയുള്ള ഡയഗ്രം ഉള്ളത്. ഇനി എന്താ ചെയ്യേണ്ടത്, എല്ലാ മാംഗോയും സീറ്റും ആക്കാൻ പറ്റുമോ എന്നാണ് നോക്കേണ്ടത്. ഞാനിപ്പോൾ തൽക്കാലം ഇവിടെ സീറ്റ് ഇങ്ങനെ അങ്ങ് വരച്ച്. അപ്പോൾ എന്തായി, എല്ലാ മാംഗോ എന്തായി, സ്വീറ്റായി. സ്റ്റേറ്റ്മെൻറ്റുകൾ എന്തായി, എല്ലാ ഗ്രേപ്പും എന്തായി, അത് സ്വീറ്റായി. സ്റ്റേറ്റ്മെൻറ്റ് റെഡി ആയിട്ടുണ്ട്,
ഇതാ കൺക്ലൂഷൻ എന്തായി ഫാൾസും ആക്കിയിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഇങ്ങനെ വരയ്ക്കാൻ പറ്റും, പക്ഷേ പോസിബിലിറ്റിയിൽ എന്താണ് എല്ലാ മാംഗോയും ഒരിക്കലും സീറ്റ് ആവരുത് എന്നാണുള്ളത്. എന്താണ് തെറ്റായില്ലേ? അപ്പോൾ എന്തൊക്കെയാണ് ഇതിൻ്റെ ആൻസർ വരിക? ഫാൾസ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താ വരിക? ഓൺലി 2 ഫോളോസ്. അപ്പോൾ നമ്മൾ നോക്കിയിരിക്കുന്ന പോസിബിലിറ്റീൻ്റെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ 5 ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും എന്താണ് ഒന്നും കൂടി ചെയ്തു നോക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക.